ലോകത്ത് ഇത്രയധികം പ്രചാരത്തിലുള്ള കളി, ഗെയിം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, അത് മറ്റൊന്നുമല്ല, കാൽപന്ത് കളി, ഫുട്ബോൾ തന്നെയാണ്. ലോകത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ കഴിയും കാൽപന്ത് കളിയോടുള്ള താല്പര്യവും അത് ആസ്വദിക്കുന്ന ജനവിഭാഗങ്ങളെയും. ഇവിടെ നമ്മൾക്കറിയാം, പ്രസിദ്ധരായ ഫുട്ബോൾ കളിക്കാർ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ മനസ്സോടെ പറയുന്നത് പെലെ, മറഡോണ, ബെബെറ്റോ, റൊമേരിയോ, ഖെയ്സർ, പ്ലാറ്റിനോ, സോക്രട്ടീസ്, ക്ലിൻസ്മാൻ, ലോഥർ മാത്യൂസ്, റോജർ മില്ല, റൂഡ് ഗുളിറ്റ്, പെപ്പെ, റിവാൾഡോ, റൊണാൾഡോ, നെയ്മർ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെക്കൻ ബോവർ, പല പേരുകൾ, നിരവധി പേരുകൾ നമുക്കിനിയും പറയാൻ കഴിയും. ഫുട്ബോളിൻ്റെ ഈറ്റില്ലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ബ്രസീൽ, അർജൻറ്റീന, കൊളംബിയ, പരാഗ്വേ, ഉറുഗ്വേ, അങ്ങനെ പല രാജ്യങ്ങളെയും നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, പല രാജ്യങ്ങളും, പോർച്ചുഗൽ. അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നത് കാമറൂൺ, ഐവറി കോസ്റ്റ്, നൈജീരിയ, നൈജർ, പല രാജ്യങ്ങളുമുണ്ട്. അതേപോലെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഇറാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ. പല രാജ്യങ്ങളും ഫുട്ബോളിന് പ്രാധാന്യം നൽകി പരിശീലനം തുടങ്ങി അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മാലദ്വീപിലെ ചെറിയൊരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ, അവർ നടത്തുന്ന സ്പോർട്സ് ഫിസ്റ്റ, അതായത് സ്പോർട്സ് ഉത്സവമാണ്. ഇവിടെ പ്രധാനമായുമുള്ളത് ഫുട്ബോൾ, ഹാൻഡ്ബോൾ മത്സരങ്ങളാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രേഡ് 1 to 6 വരേക്കുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരമാണ്. അത്യധികം പ്രൊഫഷണലായി, വളരെ മനോഹരമായി ആണ് ഇവർ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രൗണ്ടിലേക്ക് ഇരുഭാഗത്തുമുള്ള പ്ലെയേഴ്സ് വന്ന് ഒരേ രീതിയിൽ അണിനിരന്ന് റഫറിമാരെ അഭിവാദ്യം ചെയ്ത് അവരുടെ ദേശീയ ഗാനം ആലപിച്ച് കൈ കൊടുത്തതിന് ശേഷം മാച്ച് തുടങ്ങുകയാണ്. ഈ മാച്ച് തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് വളരെയധികം പരിശീലനം, പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ ഈ മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. എന്തായാലും മത്സരം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ മത്സരം ഒന്ന് വീക്ഷിക്കാം. கவலையை பிடிக்க பிறந்த நிற்கிறேன், பால் பிடிக்கிறமா தெரியல.